അപ്പോൾ രാത്രി അടിച്ചു വിട്ടത് അരുവിക്കര ഡാമിലേക്ക്. ഫസ്റ്റ് ടൈമാണ് രാത്രി 1 മണിക്ക് അരുവിക്കര ഡാമിൽ നിൽക്കുന്നത്. ഇനി ഒരു ഓർഡറും കൂടെ എടുത്താൽ മാത്രമേ എനിക്ക് എൻ്റെ സെക്കൻഡ് ടാർഗറ്റ് കംപ്ലീറ്റ് ആക്കാൻ പറ്റൂ. കേശവദാസപുരത്ത് വെച്ച് അടിച്ച ഓർഡറാണിത്. ഞാൻ ഇനി നേരെ വന്നു. ഇനി ഇവിടെ നിന്ന് തിരിച്ചു പോകണം. സോ 2 മണി വരെ നിന്നാലേ നമുക്ക് ആ ഒരു ടാർഗറ്റും കൂടെ അടിക്കാൻ പറ്റുള്ളൂ. പറഞ്ഞ വഴിക്ക് നല്ല പട്ടിശല്യം ഉണ്ടായിരുന്നു. പതുക്കെയൊക്കെയാണ് വന്നത്. പറഞ്ഞ വഴിക്ക് ഒരു നല്ല രസകരമായൊരു സ്പോട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ട്രിവാൻഡ്രത്ത് മെയിൻ സിറ്റിയിൽ അങ്ങനെ ഒരു സ്പോട്ട് ഇല്ല. എന്തായാലും ഞാൻ അതിൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരാം. നൈറ്റ് അവർ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാണ് അരുവിക്കരയിൽ. കാരണം ഞാൻ ഉച്ചയ്ക്ക് ഇവിടെ വരണമെങ്കിൽ എന്തെങ്കിലും ഫുഡ് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിക്കുന്നത് അവിടെ വെച്ചിട്ടാണ്. ഇതിപ്പോൾ പക്ക നല്ല തണുപ്പാണ്. ഞാനാണെങ്കിൽ ഇന്ന് ഈ ഡ്രസ്സിൻ്റെ സിബ് ഊരി കളഞ്ഞിട്ട് ഇട്ടോടെ വന്നതാണ്. ഇങ്ങോട്ട് അടിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. നല്ല തണുപ്പുണ്ട് രാത്രി 1 മണിക്ക് അരുവിക്കര ഡാമിൽ. അപ്പോൾ നമുക്ക് എന്തായാലും കൂടുതൽ സംസാരിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നല്ല ലേറ്റാകും വീട്ടിൽ എത്തുമ്പോൾ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. വീട്ടിലോട്ട് തന്നെ ഇനി പോകാനായിട്ട് അറൗണ്ട് 22-23 കിലോമീറ്റർ ഉണ്ട്. CNG വണ്ടി ഉള്ളത് വളരെ അനുഗ്രഹം. പെട്രോൾ ആയിരുന്നെങ്കിൽ ഇപ്പം തന്നെ അങ്ങ് വീടെത്തി ഒരു ഓർഡറൊക്കെ കൊടുത്ത് വരുമ്പോഴത്തേക്കും 1 ലിറ്റർ പെട്രോൾ തീരും. സോ എനിവേ, അപ്പം നമുക്ക് എന്തായാലും വീട്ടിലോട്ട് തിരിക്കാം. ഞാൻ പറഞ്ഞ ലൊക്കേഷൻ ഇതാണ്. സോ ഇവിടെ അരുവിക്കരയുടെ മാത്രം ഒരു പ്രത്യേകതയാണ് ഈ ഒരു ഏരിയ. കാരണം ഈ ഒരു ഏരിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കിവിടെ ഇരിക്കാം. ഇതിപ്പോൾ നൈറ്റ് ലൈറ്റും കൂടെ ഇവർ ഇട്ടിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് പകൽ മാത്രമേ ഇത് ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ ഇവർ നൈറ്റ് ലൈറ്റും കൂടെ ഇട്ടിട്ടുണ്ട്. ലോങ്ങിൽ നിന്ന് കാണുമ്പോൾ നല്ല രസമാണ് നമുക്കിത് കാണാനായിട്ട്. ഇവിടെയൊക്കെ നൈറ്റ് ഈ 1 മണിക്കൊക്കെ വന്നിരിക്കണം. നൈസായിരിക്കും. ഒരു വണ്ടി വരണുണ്ട്. അങ്ങനെ ആ ഒരു വിഷ്വൽ ഇവിടെ തീരുവാണ്. കുറ്റാക്കുറ്റിരുട്ട് കാടാണ് കേട്ടോ. ഇത് പക്ക കുറ്റാക്കുറ്റിട്ട് കാടാണ്. ഇതിൻ്റെ മുകളിലൊക്കെ എന്തൊക്കെയോ മറ്റേ മല പോലെയൊക്കെയാണ് നിൽക്കുന്നത്. നല്ല തണുപ്പുണ്ട് രാത്രി. അപ്പോൾ നമുക്കിനി എന്തായാലും യാത്ര തുടങ്ങാം. ഒരുപാട് പട്ടികളുണ്ടായിരുന്നു പറഞ്ഞ ഏരിയയിൽ. ഞാൻ പിന്നെ നൈസായിട്ടാണ് പോയത്. പതുക്കെ. കാരണം അതുങ്ങൾ വീല് കണ്ടാൽ ഓടി വരും. ഇപ്പം കണ്ട കാടിൻ്റെ ആ ഒരു ഫീല് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും. വണ്ടികളൊന്നും ഇല്ല വലുതായിട്ട്. വല്ലപ്പോഴും ഒരു വണ്ടി വന്ന് അത്ര തന്നെയാണ്. 5800 കിലോമീറ്റർ ആയിട്ടുണ്ട് ടോട്ടലി ഇപ്പോൾ. ഇനി എനിക്ക് 20 കിലോമീറ്റർ ട്രാവൽ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും യാത്ര തുടങ്ങാം. ഇന്ന് 2 പ്രാവശ്യം ഞാൻ CNG അടിച്ചപ്പോഴേ ആലോചിച്ചു അത്യാവശ്യം കിലോമീറ്റർ ഓടിക്കാണുമെന്ന്. ഒരു 200-250 കിലോമീറ്ററൊക്കെയാണ് പ്രതീക്ഷിച്ചത്. എൻ്റെ ഹയസ്റ്റ് റെക്കോർഡാണ്. 303 കിലോമീറ്ററാണ് ഇന്ന് സൊമാറ്റോ ഓടിയത്. സോ 303 കിലോമീറ്റർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ടോട്ടലി 303 കിലോമീറ്റർ. CNG ആയതുകൊണ്ട് 130ഉം ഒരു 112ഉം 242 രൂപയ്ക്ക് നിന്നു. CNG ആയതുകൊണ്ട് മാത്രം. അല്ല പെട്രോൾ ആയിരുന്നെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞുതരാം നിങ്ങൾക്ക്. പെട്രോൾ ആയിരുന്നെന്നുണ്ടെങ്കിൽ 303നെ നമുക്ക് ഡിവൈഡഡ് ബൈ 55 വയ്ക്കാം. ഒരു ആവറേജ് 55 കിട്ടുന്ന വണ്ടിയാണെങ്കിൽ എറൗണ്ട് 5.50 ലിറ്ററിന് നമുക്ക് 107 5.50 ഇൻറ്റു 107 നമുക്ക് നോക്കാം. 558 രൂപ പോവും. 558 രൂപ. ടോട്ടലി ഇന്ന് എത്ര രൂപ കിട്ടിയെന്ന് നമുക്ക് നോക്കാം. ടോട്ടൽ 1348ഉം 189 1537 രൂപ എനിക്ക് ടോട്ടലി ഇന്ന് കിട്ടി. 1537 രൂപ. സോ ഈ 1537 നമുക്ക് പെട്രോൾ വണ്ടിയാണെന്നുണ്ടെങ്കിൽ എറൗണ്ട് 588 രൂപ മൈനസ്, അതായത് 949 രൂപ. 1000 രൂപയ്ക്ക് വേണ്ടിയാണ് രാവിലെ തൊട്ട് രാത്രി 2 മണി വരെ നിന്നത്. സോ ഒന്ന് ആലോചിച്ച് നോക്കുക, പെട്രോൾ വണ്ടിയായിരുന്നെങ്കിൽ. ഇതേ സ്ഥാനത്ത് CNGയുടെ വണ്ടി ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് 248 രൂപയ്ക്ക് നിന്നത്. ടോട്ടൽ 1500 രൂപ അടുപ്പിച്ച് പേയ്മെൻറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. വ്യൂ ഡീറ്റെയിൽസിൽ നോക്കുകയാണെങ്കിൽ ഇൻസെൻറ്റീവ് 350 കംപ്ലീറ്റ് ചെയ്തു. ഫുള്ളാക്കാൻ ഇന്നും പറ്റിയില്ല. 650. സത്യം പറഞ്ഞാൽ 650 കൂടെ കിട്ടി എടുക്കുന്നതാണ് ഏറ്റവും ലാഭം. കാരണം ഒരു 5 ഓർഡറും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 30 കിലോമീറ്ററിനകത്തേ വരത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ എക്സ്ട്രാ ഒരു 300 രൂപയും കൂടെ നമുക്ക് പേയ്മെൻറ്റിൽ കയറും. ഇന്ന് ഞാൻ മാക്സിമം ട്രൈ ചെയ്തു ഈ പറയുന്ന ഫുൾ അടിക്കാനായിട്ട്. പക്ഷേ രാവിലെ ഇറങ്ങിയതൊക്കെ ഒന്ന് താമസിച്ചു. എനിക്കൊരു ട്രേഡിങ്ങിൻ്റെ കാര്യമൊക്കെ നോക്കിയിരുന്നു. 7 മണിക്ക് ഞാൻ ഓണാക്കി. എന്നിട്ട് പിന്നെ 10-11 മണി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങിയത്. സോ രാവിലെ ഒരു 15ഓളം, അതായത് വൈകുന്നേരം ഒരു 3 മണിക്ക് ഞാൻ ഓഫ് അടിക്കുന്ന ആ ഒരു സമയത്ത് ഒരു 15 ഓർഡർ കിട്ടിയാൽ പിന്നെ ഈസി ആയിട്ട് ബാക്കി അത്രയും കിട്ടും. ഒരു 12എങ്കിലും അപ്പോഴും കിട്ടിയാൽ
ബാക്കി ഈസി ആയിട്ട് കിട്ടും. സോ ബാക്കി കാര്യങ്ങളൊന്നുമില്ല, ടാർഗറ്റ് എല്ലാം അടിച്ചു. ഇന്നിപ്പോൾ രാവിലെ ആയി, മോർണിംഗ് ഇപ്പോൾ 2:30 ആയിട്ടുണ്ട്. സോ ഇന്നത്തെ ദിവസം ഇനിയിപ്പോൾ വേറെ ഒന്നും പോകുന്നില്ല. നമ്മളാകെ ഈ ആഴ്ച ഇറങ്ങിയത് വെറും 3 ദിവസമാണ്. സോ 3 ദിവസം കൊണ്ട് 4219 രൂപ ഏൺ ചെയ്തിട്ടുണ്ട്. 3 ദിവസം കൊണ്ട്. ഇനി ഒരു ദിവസം കൂടെ ഇറങ്ങും, ഞായറാഴ്ച. അതെങ്ങനെ പോയാലും ഒരു 1300 രൂപയെങ്കിലും, 1000 രൂപ 1300 രൂപയെങ്കിലും കിട്ടുകയാണെങ്കിൽ 5500 രൂപ അടുപ്പിച്ചാവും. അടുത്ത ആഴ്ച പോലും നമുക്ക് എങ്ങനെ പോയാലും 2000 രൂപയ്ക്ക് മുകളിൽ പേയ്മെൻറ്റ് ഒരു ദിവസം കയറ്റണം. എന്നാൽ മാത്രമേ അതെനിക്കൊരു എഫക്റ്റീവ് ആവത്തുള്ളൂ. ഇപ്പോഴത്തെ പ്ലാൻ അനുസരിച്ച് ഫുൾ ടൈം നിൽക്കുന്നുണ്ട്. സോ എനിവേ, എന്തായാലും ഫുൾ ടൈം അത്യാവശ്യം നല്ലൊരു ഇതായിട്ട് തന്നെ കിട്ടി. നല്ല രീതിയിൽ ഇവർ ഓടിച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ടാണ് പോയത്. ലാസ്റ്റ് ഓർഡർ അരുവിക്കരയൊക്കെ വന്നപ്പോൾ മൊത്തം നല്ല ലോങ് ആയിരുന്നു അത്. അപ്പോൾ എനിവേ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ സൊമാറ്റോ വീഡിയോസ് കാണാനായിട്ട് നോട്ടിഫിക്കേഷനും കൂടെ നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. കാരണം ഡെയിലി ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ടൈമായിട്ട് നിങ്ങൾക്ക് കിട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ.